ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളുടെ ഇടവകയിലെ കപ്പുച്ചി മിഷൻ ധ്യാനത്തിൻ്റെ ഭാഗമായിട്ട് ദമ്പതിമാരുടെ വിവാഹ നവീകരണം നടത്തുകയുണ്ട്. അങ്ങനെ ഞാനും ആൻചേട്ടനും ഒരു രണ്ടാം വിവാഹം കഴിച്ചിരിക്കുകയാണ്. ആ സന്തോഷത്തിൽ ഞങ്ങൾ ഇന്ന് വീട്ടിൽ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യലായ ബിരിയാണിയും ചെമ്മീൻ റോസ്റ്റും ഞാനെങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടാലോ? വരും, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എനിക്ക് കടയിൽ നിന്ന് കിട്ടിയത് അനൂസിൻ്റെ മലബാർ ബിരിയാണി മിക്സാണ്. ഈ കിറ്റിൽ ഒരു ചെറിയ പാക്കറ്റ് ബിരിയാണി എസൻസ് ഉണ്ടായിരുന്നു, പിന്നെ 50 ഗ്രാമിൻ്റെ ഒരു നെയ്യുടെ ഒരു പാക്കറ്റ്, പിന്നെ ഡാൽഡ, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, മസാലകളെല്ലാം കുറേശ്ശെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കിറ്റിൽ സ്പെഷ്യലായിട്ട് ഒരു ഐറ്റം ഉണ്ടായിരുന്നു, ലെമൺ പിക്കിൾ. 50 ഗ്രാമിൻ്റെ ഒരു ലെമൺ പിക്കിളിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. കിറ്റിലുള്ള നെയ്യ് നമ്മുടെ ബിരിയാണിക്ക് പോരായികയായിരുന്നു. ഒരു ബോട്ടിൽ നെയ്യും ചെറുനാരങ്ങയും മല്ലിയിലയും ഞാൻ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുക്കറിലാണ് ഞാൻ ബിരിയാണി തയ്യാറാക്കിയത്. 1 ഗ്ലാസ് ബിരിയാണി അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്ന് ആ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെയാണ് ഞാൻ വെള്ളം എടുത്തത്. ആ വെള്ളം ചൂടായി തിളച്ച് വരുന്നതോട് കൂടെ ഞാൻ അതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറുനാരങ്ങ നീരും അല്പം നെയ്യും ഇതിൽ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അരമണിക്കൂർ കുതിർത്ത് വെച്ച അരിയും പാകത്തിന് ഉപ്പും ഇട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ഒരു വിസിൽ വരുന്നവരെ കാത്തിരിക്കാം. ഈ സമയം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. സബോള ഒരേ കനത്തിൽ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ, എന്നാലേ സബോള നന്നായി മൊരിഞ്ഞ് കിട്ടുകയുള്ളൂ. അണ്ടിപ്പരിപ്പും മുന്തിരിയും റോസ്റ്റ് ചെയ്തെടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അതുപോലെ സബോള നല്ലവണ്ണം മൊരിയണം. ഇങ്ങനെ ബ്രൗൺ കളർ ആകുന്നത് വരെ മൊരിയിച്ചിട്ട് വേണം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാനായിട്ട്. ആവി പോയതിന് ശേഷം കുക്കർ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ അരി പാകത്തിന് വെന്തിരിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ലെയറുകളായിട്ട് ഇടണം. ആദ്യം ബിരിയാണി റൈസ് ഇടുക, അതിന് മുകളിലോട്ട് നമ്മുടെ സബോളയും അണ്ടിപ്പരിപ്പും മുന്തിരി ഇടുക, പിന്നെ വീണ്ടും ബിരിയാണി റൈസ് ഇടുക. അങ്ങനെ ലെയറുകളായിട്ട് ഇട്ടിട്ട് ഏറ്റവും മുകളിൽ മല്ലിയില ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളുടെ ബിരിയാണി കാണാനും നല്ല ഭംഗിയാണ്, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. അടുത്തൊരു വീഡിയോയിൽ ഞാനിതിൻ്റെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതും കൂടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.